ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതെൻ്റെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ, അതായത് സൺഡേ വ്ളോഗ് വിത്ത് മൈ ഫാമിലി. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് നമ്മൾ കൂടാൻ പോകണം നമ്മുടെ തറവാട്ടിൽ. അപ്പോൾ നമ്മൾ അൽഫാം വീട്ടിലുണ്ടാക്കാം എന്നൊക്കെയാണ് പ്ലാൻ. അതിന് ചിക്കനൊക്കെ വാങ്ങി മസാലയൊക്കെ പുരട്ടി കുറച്ചൊരു ചിക്കനെ വെച്ചിട്ട് നമ്മൾ തറവാട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്ന് എല്ലാവരും കൂടെ കൂടുക, അതായത് അമ്മയുടെ വീടൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ എൻ്റെ കസിൻസ് നാട്ടിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കൂടാൻ കുറേ താമസിച്ചു, കാരണം എനിക്ക് ഷൂട്ടിൻ്റെ തിരക്കുണ്ടായിരുന്നു, ചേട്ടന്മാർ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും പറ്റണ ഒരു സൺഡേ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നാട്ടിലുള്ള കസിൻസ് എല്ലാവരും കൂടി ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. കുക്കിങ്ങിനേക്കാൾ ഉപരി നമ്മൾ എല്ലാവരും കൂടി വർത്താനം പറയുക, ഫാമിലി ടൈം എൻജോയ് ചെയ്യുക. നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്യുന്നു എല്ലാവരും ഫ്രീ ആകുമ്പോൾ കൂടണം എന്ന്. അതുകൊണ്ട് നടക്കാതെ വന്ന് പെട്ടെന്ന് നടന്നപ്പോൾ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അൽഫാം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് സുചേട്ടയാണ് കേട്ടോ. ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ അൽഫാമും മലായി ടിക്കി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുഞ്ഞു കുക്കുടൂസ് കുറേ പേരുണ്ട്, അപ്പോൾ അവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മസാലയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലായി ടിക്കൽ ഒരുപാട് സ്പൈസി ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ മസാലയെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കുറച്ച് നേരം വീട്ടിൽ വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രില്ലിൻ്റെ സാധനങ്ങളൊക്കെ ചൂടായി. പിന്നെ അമ്മ ഇതിൽ ഫുൾ സ്പിരിറ്റായിട്ട് എപ്പോഴും ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം. അപ്പോൾ അമ്മ ഇവരുടെ ചേട്ടായിമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എപ്പോഴും ഈ കുക്കിങ്ങിന്. എൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുമ്പോൾ പാത്രം എടുത്ത് കൊടുക്കുക, പിന്നെ വീഡിയോ എടുക്കുക. ഇതായിരുന്നു എൻ്റെ മെയിൻ ഡ്യൂട്ടി. പിന്നെ കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ചേട്ടായി അൽഫാം ഇട്ടതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മലായി ടിക്കയുടെ സാധനവും കൂടെ കുത്തി കയറ്റുന്നുണ്ട്. അപ്പോൾ ഉള്ള സ്ഥലത്തിൽ നമ്മൾ എല്ലാം വെക്കുകയാണ്, കാരണം വലിയ ഗ്രില്ലിൻ്റെ അല്ലല്ലോ. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഓരോ റൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ ഇത് കണ്ട് ആസ്വദിക്കുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ എല്ലാവരും തന്നെ കുറച്ച് പേരൊക്കെ വെജിറ്റേറിയൻ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പനീർ പാഴ്സൽ മേടിക്കലാണ്. അതിനിടയ്ക്ക് ഒരു അതിഥി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോൺ വെജിറ്റേറിയൻസിനുള്ള ഒരു മെയിൻ കുക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കുട്ടികൾ അവർ കളിക്കലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇതാണ് നമ്മുടെ കുടുംബത്തിലെ ആമിക്കുട്ടി. എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. എന്നെപ്പോലെ ഞാൻ എങ്ങനെയായിരുന്നു കൊച്ചിലെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെയാണ് ആമിക്കുട്ടൻ്റെ ഓരോ കുരുത്തക്കേടുകളൊക്കെ കാണുമ്പോൾ. അപ്പം അവൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ പറയും, നീയും ഇങ്ങനെ തന്നെയായിരുന്നു കൊച്ചിലെ എന്നുള്ളത്. അപ്പോഴത്തേക്കും ചേച്ചി നമുക്ക് മയണൈസൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിഥി ചിക്കൻ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് വണ്ടിയുടെ മുകളിൽ ഇരുന്ന് കാഴ്ച കാണലായിരുന്നു. പിന്നെ എല്ലാവരും അടുക്കളയിൽ, അതായത് നമുക്ക് ചിക്കൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്യാനുള്ള വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അൽഫാം ആയോ നോക്കിയിട്ട് തിരിച്ചിടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ കുറേ സാധനങ്ങൾ ആയതിനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. കാരണം നമുക്കൊരു 2-3 റൗണ്ട് പോകാനുള്ളത് നമ്മൾ ചിക്കനാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഈ മയണൈസ് ചേച്ചി സെറ്റാക്കിയിട്ടുണ്ട്, ഹോം മെയ്ഡ് മയണൈസ്. കാരണം മയണൈസ് പ്ലാനിലില്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇപ്പം എന്നാൽ മയണൈസ് ഉള്ളപ്പോഴാണല്ലോ അൽഫാമിനൊരു ഗുമ്മ് എന്ന് പറഞ്ഞ് നമ്മൾ മയണൈസ് സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടും അൽഫാമും മലായി ടിക്കയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിട്ടു. കാരണം ഇതിനിടയ്ക്കുന്ന നമ്മൾക്ക് ആയോ ടേസ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അതിനിടയ്ക്ക് ഇതേ പച്ചക്കറികളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മസാലാസ് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് വെജിറ്റബിൾസിനെ വെറുതെ വയ്ക്കാതെ ആ മിച്ചമുള്ള മസാലേസ് ഇട്ട് നമ്മളൊന്ന് ആക്കിയിട്ടാണ് അതും ഇതിനകത്ത് വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ആയത് നമ്മളെടുത്ത് വീണ്ടും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചൂട് വരാതിനായിട്ട് കാറ്റ് നമ്മൾ ഫാൻ അവിടെ എക്സ്ട്രാ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വീശി ഇവരൊക്കെ തളർന്നു. കാരണം ഇത് കനലാവാൻ വേണ്ടി കുറേ സമയം എടുത്തു. ഇത് നമ്മൾ പണ്ട് മേടിച്ച് വെച്ചാണ് കേട്ടോ ഈ ഗ്രില്ലിൻ്റെ സാധനവും ഈ കനലും എല്ലാം. അപ്പോൾ അത് ചൂടായി വരാൻ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും റൗണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഫാൻ വെച്ചൊക്കെയാണ് വീശിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അൽഫാമിൻ്റെ പരിപാടികൾ ഏകദേശം അവസാനിച്ചതിന് ശേഷം നമ്മൾ മലായി ഫുൾ ഇട്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ അങ്ങനെ മലായി ടിക്ക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടായിയുടെ ഈ ഒരു റെസിപ്പി. കാരണം കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണല്ലോ ഉണ്ടാക്കിയത്. അൽഫാം ഒന്നും ചിലപ്പോൾ കുട്ടികൾ അത്രയും കഴിക്കുന്നുണ്ടാവില്ല, എല്ലാം കുക്ക്ഡ് പണീസാണല്ലോ. ചിക്കൻ ഇഷ്ടമാണ് തന്നെ അവർക്ക്. അപ്പോൾ ചേട്ടായിയുടെ ഈ ഒരു റെസിപ്പി നമ്മളെല്ലാവരും അന്നാണ് ട്രൈ ചെയ്യുന്നത്. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല സൂപ്പറായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനിങ്ങനെ ഓടി നടന്ന് എല്ലായിടത്തോടെയും വീഡിയോ ക്ലിപ്പുകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടൂസ് ഗെയിം കളിക്കുന്ന തിരക്കിലാണ് ആമിക്കുട്ടൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ ചിക്കൻ എപ്പാവും എന്നുള്ള ഇതിൽ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് നോക്കിയിരിക്കുന്നതായിരുന്നു പരിപാടി. കാരണം ചേട്ടായിമാരും അമ്മയായിരുന്നു ഈ ഒരു ടാസ്കിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കുക, ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെയും നിത്യ ചേച്ചിയുടെയും പരിപാടി. ഇതിനിടയ്ക്ക് നമ്മുടെ ചേച്ചിമാർ, നമ്മുടെ കസിൻസ് കുറേ പേര് മിസ്സിങ് ഉണ്ട് കേട്ടോ. അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്മയുടെ ഫാമിലിയിൽ 12 പേരാണ് കേട്ടോ ഞങ്ങൾ കസിൻസ് ഉള്ളത്. അതിൽ എല്ലാവരും ഒന്നും നാട്ടിലില്ല. പിന്നെ ഇപ്പോൾ ചേട്ടായി ആണെങ്കിലും സൗദിയിലായിരുന്നു, വന്നതാണ് ബ്രേക്ക് ടൈമിൽ. അപ്പോൾ എനിക്കും ഷൂട്ടിന് ബ്രേക്ക് ആയിരുന്നു. അങ്ങനെ കുറേ കസിൻസിന് എത്താൻ പറ്റിയിട്ടില്ല. ആരും നാട്ടിൽ ഇപ്പോൾ ചിന്നൂസ് ആണെങ്കിലും ഇല്ല, ശ്രീകുടീജ ആണെങ്കിലും ഇല്ല, അങ്ങനെ ആരും തന്നെ ഇല്ല. ബാലപ്പനില്ല, ശബരി ഇല്ല. അങ്ങനെ ഞങ്ങളുടെ കസിൻസിൽ കുറേ പേര് ഇതിൽ മിസ്സിങ് ആണ് കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ ഉള്ളവർ വെച്ച് കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ സൺഡേസൊക്കെ കൂടാം എന്നാണ് ഒരു പ്ലാനിങ്ങിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി, നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇത് ചേട്ടായും ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇതാണ് ഞങ്ങളുടെ മലായി ടിക്ക. ചേട്ടായിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസും കൂടെ ലാസ്റ്റ് റൗണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആയിക്കഴിഞ്ഞ ഉടനെ നമ്മൾ വീടിനകത്തേക്ക് പോലും കയറാൻ നിന്നില്ല, കാരണം വിശക്കുന്നുണ്ടായിരുന്നു. ഇത്രയും റൗണ്ട് ആയി വരണമായിരുന്നല്ലോ. അപ്പോൾ ആയ ഉടനെ നമ്മൾ പുറത്തുനിന്ന് തന്നെ അങ്ങ് ഫുഡ് കഴിക്കൽ തുടങ്ങി. അവിടെ തന്നെ എല്ലാവരും കൂടെ താഴേക്ക് ഇരുന്ന് ഫാമിലി എല്ലാവരും കൂടെ നോൺ വെജ് കഴിക്കുന്ന എല്ലാവരും കൂടെ നിലത്തങ്ങിരുന്ന്, ബാക്കി എല്ലാവരും അകത്തൊക്കെ പോയിരുന്നിട്ടാണോ കഴിച്ചു. പിന്നെ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നോൺ വെജ് കഴിക്കുന്ന എല്ലാവരും കൂടെ പുറത്ത് തന്നെ ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ ഇരുന്ന് അവിടെ നിന്ന് എല്ലാവരോടും ഒരുമിച്ച് കഴിച്ചു. ആക്ച്വലി എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ. നമ്മളെല്ലാവരോടും ഇങ്ങനെ കൂടുമ്പോഴാണ്, ഇപ്പം എല്ലാവരും തിരക്കായതുകൊണ്ട് ഇങ്ങനെ കൂടുന്നൊക്കെ ഭയങ്കര കുറവല്ലേ. പക്ഷേ ഞാൻ ഈ ഒരു മൊമെൻറ്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് ഡിലേ ആയിരുന്നു കേട്ടോ, കാരണം ഇതെല്ലാം ഒപ്പിയെടുക്കണമല്ലോ, ഇതെല്ലാം ഒരു ഓർമ്മകളാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്തു, വയറും നിറഞ്ഞിരുന്നു. അങ്ങനെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയറ് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇരുന്നുകൊണ്ടുള്ളൊരു ഗെയിമാണ് നമ്മുടെ ചീട്ടുകളി. ഇത് നമ്മൾ എപ്പോഴും ചെയ്യും കേട്ടോ. എല്ലാവരും ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ കാശ് വെച്ചൊന്നുമല്ല കളിക്കുക, പക്ഷേ നമ്മൾ പോയിൻറ്റ്സ് ഒക്കെ ഇങ്ങനെ എഴുതി ചുമ്മാ ഒരു ചീട്ടുകളി, അതൊരു പതിവാണ് എല്ലാവരും കൂടെ കൂടുമ്പോൾ. അങ്ങനെ കാർഡ്സ് എല്ലാം പല പല ഇതിലായിരുന്നു കിടന്നത്. അതിനെല്ലാം സെറ്റാക്കി നമ്മൾ ചീട്ടുകളി തുടങ്ങി. ചീട്ടുകളി എൻ്റെ കളിയൊക്കെ കണ്ടെന്ന് ഞാൻ തോന്നുന്നു, എനിക്ക് എന്തൊക്കെയോ അറിയാമെന്ന്, പക്ഷേ എനിക്കൊന്നും അറിയില്ല. ഒരു മണ്ടൻ കളിയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം എടുത്തു കേട്ടോ, കാരണം ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് കളി എത്രയായാലും തീരില്ല. അങ്ങനെ ഫുഡും കഴിച്ച് ചീട്ടുകളിയും കഴിഞ്ഞ് ഇന്നത്തെ ഒരു സൺഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ആട്ടോ കിടക്കുന്നത്. നാളെ രാവിലെ എണീച്ച് വേണം ഇനി പുറപ്പെട്ട് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.